ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ അടുത്തുള്ള റോസ് പ്ലാന്റിന് പെസ്റ്റിസൈഡ് അടിക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് കേട്ടോ. ഇതൊരു പിങ്ക് കളറ് ബഡ് റോസാണ്. കണ്ടില്ല, അതിൻ്റെ സ്റ്റെമ്മ് കോഴിക്കൾ കയറി നിന്നാണ്ട് ഒടിച്ചതാണ് കേട്ടോ. ഞാൻ ഈ ചട്ടികളിലൊക്കെ ചെടികൾ നടുമ്പം അവർക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ള മാതിരിയാണ്. ഒന്നെങ്കിൽ ചട്ടിൻ്റെ മേലെ ഇരുന്നാണ്ട് ആ പ്ലാന്റ് നാശാക്കുക, അല്ലെങ്കിൽ ഇതേമാർക്ക് റോസ് മരമൊക്കെ ആണെങ്കിൽ അതിന്മേൽ കയറി നിന്ന് അതിൻ്റെ കമ്പ് ഒടിക്കുക. ഏതായാലും ഞാൻ ആ കമ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. റോസ് പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കണവർക്കുണ്ടല്ലോ, റോസ് പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കണവർക്ക് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ റോസ് പ്ലാന്റ് നട്ടാണ്ട് ആദ്യം വരുന്ന മുട്ടുകളുണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ നുള്ളി മാറ്റുക. ഞാൻ ഏറും കത്രികയൊന്നും എൻ്റെ കയ്യിൽ പെട്ടെന്നുണ്ടാവില്ല. അപ്പോൾ പ്ലാന്റ് മേലെ മുട്ട് കാണുമ്പോൾ അപ്പം വേഗം നുള്ളി മാറ്റും കേട്ടോ. പിന്നെ പ്ലാന്റ് ബുഷായി എന്ന് കാണുമ്പോൾ മാത്രമുള്ളൂ അവിടെ മുട്ട നിർത്തുക. നമുക്ക് കുറേ ബഞ്ചായിട്ട് റോസ് പൂക്കൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഈ പ്ലാന്റ് ഞാൻ എങ്ങനെയാണ് കേട്ടോ കാട്ടിയത്. കുറച്ചൊക്കെ അത്യാവശ്യം ബുഷായിരിക്കണം, പക്ഷേ ഈ പെസ്റ്റുകളെ അറ്റാക്ക് മൂലം ആകെ മുട്ടൊക്കെ എന്തൊക്കെയോ മാതിരി ആയിരിക്കണം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്താണ്ട് നമുക്ക് പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വേപ്പെണ്ണയും വെളുത്തുള്ളിയും മിശ്രിതാട്ടോ പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കൽ. അതിങ്ങനെ ആഴ്ചയിൽ അടിച്ചു കൊടുക്കണം, എന്നാലേ ഉള്ളൂ പെസ്റ്റ് അറ്റാക്കിൽ നിന്നും ഈ പ്ലാന്റിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇത് ചില്ലി റെഡ് എന്ന വെറൈറ്റീൻ്റെ ബൊഗൻവില്ല പ്ലാന്റ് ആണ്. ഞാൻ കമ്പ് നട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു ചെടിയാട്ടോ. ഇതും ബുഷാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന കേട്ടോ. ബുഷാവല്ലേ ഏറ്റവും നല്ലൊരു ഐഡിയ. കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യണതിന് യാതൊരു മടിയും കാട്ടണ്ട, എന്നാലുള്ളൂ ആ പ്ലാന്റ് ബുഷായി വരുള്ളൂ. വീട്ടിൽ ഞാൻ ഒരു റോസ് കമ്പ് നട്ട് വെച്ചേക്കണം കേട്ടോ. അതവിടെ നിന്ന് അങ്ങനെ എടുത്തേക്കണ്, അതിന് മാറ്റി നടണം. അപ്പം നമുക്ക് റോസ് പ്ലാന്റിനൊക്കെ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്തുള്ള വിങ്കക്കും ഡെയ്സിക്കും എല്ലാത്തിനും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കണ്ടേ. ഇത് ഞാൻ നിലത്ത് വെച്ച റോസ് കമ്പാട്ടോ. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയേക്കണം കേട്ടോ. അതിൻ്റെ കമ്പിനൊക്കെ ഒരു മഞ്ഞ കളറുണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയേ. ഞാൻ ആ കുഞ്ഞ് പ്ലാന്റ് അടർത്തി മാറ്റിയിട്ട് അത്യാവശ്യം റൂട്ടൊക്കെ അതിന് വന്നിക്കണം കേട്ടോ. വേറൊരു പോട്ടിലേക്ക് നമുക്ക് നടാം. ഇപ്പം ഞാനൊരു കുഞ്ഞു ചട്ടിയിലേക്ക് കേട്ടോ അത് നട്ടേക്കണത്. ഇതിൽ അത്യാവശ്യം റൂട്ടൊക്കെ വന്ന് പുതിയ തളിർപ്പ് ഇലകളൊക്കെ വന്നിട്ട് നമുക്ക് വേറൊരു പോട്ടിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നിലത്ത് നടന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഷെയ്ഡിലോട്ടോ വെക്കണത്. കുറച്ച് കഴിഞ്ഞിട്ട് റൂട്ടൊക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് വെയിലത്തേക്ക് വെക്കാം.